like, share, subscribe. തുലാഭാര വഴിപാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തുലാഭാരം കഴിച്ചതുകൊണ്ട് ഒരു ഭക്തൻ്റെ ഏതേത് ആഗ്രഹങ്ങളാണ് സഫലീകരിക്കുന്നത്? എന്തെല്ലാം കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്. തുലാഭാര വഴിപാടുകളും അതിൻ്റെ അത്ഭുത ഫലങ്ങളും. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഭക്തന്മാർ ഓരോ ക്ഷേത്രത്തിലും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് പലതരത്തിലുള്ള വഴിപാടുകൾ നടത്താറുണ്ട്. ആ വഴിപാടുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തുലാഭാരം എന്ന് പറയുന്നത്. ഒരു ഭക്തൻ തൻ്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടും അത് വളരെ പെട്ടെന്ന് അതിൻ്റെ ഫലം സിദ്ധിക്കുന്നതുമാണ്. തുലാഭാര വഴിപാടുകളിൽ എന്തുകൊണ്ടാണ് മറ്റു വഴിപാടുകളിൽ നിന്ന് തുലാഭാരം വേറിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, മറ്റ് വഴിപാടുകളെല്ലാം തന്നെ നമ്മൾ ഓരോ ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാന് സമർപ്പിക്കുമ്പോൾ തുലാഭാരം എന്നത് ഭക്തൻ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന ഒന്നാണ്. ആ സ്വയം സമർപ്പിക്കുന്ന മാനസികമായ ആ സമർപ്പണ ബുദ്ധിയാണ് തുലാഭാരം മറ്റു വഴിപാടുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഏത് ദ്രവ്യങ്ങൾ കൊണ്ട് നമ്മൾ തുലാഭാരം നടത്തിയാലും അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് സ്വയം സമർപ്പിക്കപ്പെടുന്നതിലാണ്, അല്ലെങ്കിൽ ഭക്തൻ്റെ സമർപ്പണത്തിലാണ് തുലാഭാരത്തിൻ്റെ പരിപൂർണത നിലനിൽക്കുന്നത്. ആദ്യമായി തുലാഭാരം എന്ന ആ ഒരു വഴിപാട്, ആ ഒരു ചടങ്ങ് നടത്തിയത് രുക്മിണി ദേവിയാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. രത്നങ്ങളും സ്വർണങ്ങളും കൊണ്ട് തട്ട് നിറച്ച് രുക്മിണി ദേവി തുലാഭാരത്തിനായി സ്വയം സമർപ്പിച്ചപ്പോഴും രത്നങ്ങളുടെ തട്ട് പൊങ്ങിയിരിക്കുകയും ദേവി എന്ന തട്ട് താഴെ ഇരിക്കുകയും ചെയ്തു. അവസാനം ഭക്തിപൂർവം ദേവി ഒരു തുളസി ഇല എടുത്ത് ആ രത്നങ്ങളുടെ കൂടെ വച്ചപ്പോഴാണ് ദേവിയുടെ തട്ട് ഉയർന്നു നിന്നതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതിനർത്ഥം നമ്മൾ ഏത് ദ്രവ്യം കൊണ്ട് ഭഗവാന് സമർപ്പിച്ചു എന്നുള്ളതല്ല, നമ്മൾ സ്വയം മനസ്സാ ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് തുലാഭാരത്തിൻ്റെ ഒരു പ്രത്യേകത. പലപ്പോഴും നമ്മൾ തുലാഭാരത്തെക്കുറിച്ച് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊരു കഥ, ചകിരിച്ചോറ് കൊണ്ട് തുലാഭാരം തൂക്കാം എന്ന് ദരിദ്രാവസ്ഥയിൽ ഒരു ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും, എന്നാൽ സാമ്പത്തികമായി വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് ഈ ഭക്തൻ ഉയർന്നതിന് ശേഷം തുലാഭാരം ചകിരിച്ചോറ് കൊണ്ട് നടത്തുവാനായിട്ട് ഒരു നാണക്കേട് തോന്നുകയും ചെയ്തതുകൊണ്ട് മറ്റൊരു ദ്രവ്യം കൊണ്ട് അത് ചെയ്യാം എന്ന് തീരുമാനിച്ചു. പക്ഷേ എത്രത്തോളം ആ ദ്രവ്യം നിറച്ചിട്ടും ഭക്തരിരുന്ന തട്ട് താഴെ തന്നെ ഇരുന്നു. അവസാനം ആ ചകിരിച്ചോറ് എന്ന് പറയുന്ന വസ്തു ഭഗവാന് മനസ്സുകൊണ്ട് അന്ന് സമർപ്പിച്ച, അന്ന് നേർന്ന ആ ചകിരിച്ചോറ് കൊണ്ട് തന്നെ നടത്തിയതിന് ശേഷം, ചകിരിച്ചോറ് കൊണ്ടുവന്ന് വച്ചതിന് ശേഷം മാത്രമാണ് ആ തട്ട് ഉയർന്നത് എന്നാണ് ഒരു കഥയിൽ പറയുന്നത്. അപ്പോൾ ഏത് ദ്രവ്യം കൊണ്ടാണോ നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് എന്നതിലല്ല, മറിച്ച് ഏതു മാനസികാവസ്ഥയിലാണോ നമ്മൾ ഭഗവാന് തുലാഭാരം സമർപ്പിക്കുന്നത് എന്നുള്ളതിലാണ് വളരെയേറെ പ്രത്യേകത. അതുകൊണ്ട് തുലാഭാരം തൂക്കുമ്പോൾ ആ ദ്രവ്യത്തിൻ്റെ മൂല്യത്തേക്കാൾ ഉപരി ഭഗവാനുമായി ചേർന്ന് നിന്ന സമർപ്പണ ബുദ്ധിയോടുകൂടിയ മനസ്സാണ് തുലാഭാരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന്. ഒരു ഭക്തൻ്റെ ആഗ്രഹം അത് വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരിക്കും. അത് ഏത് തരത്തിലുള്ള ആഗ്രഹമാണോ ഒരു ഭക്തനുള്ളത്, ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി മനസ്സ സമർപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യേക തരത്തിലുള്ള ദ്രവ്യങ്ങളാണ് തുലാഭാരത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്.
അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമാണ് ആ പ്രത്യേകമായിട്ടുള്ള ഫലങ്ങൾ ഭഗവാന് സിദ്ധിക്കുകയുള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് തുലാഭാരം വഴിപാട് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ആ തുലാഭാരത്തിൻ്റെ പ്രത്യേകതയും വിശേഷതയുമാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഇന്ന് ക്രിസ്ത്യൻ പള്ളികളിൽ പോലും തുലാഭാരം വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത്. ആ തുലാഭാരം എന്ന വഴിപാടിൻ്റെ മഹത്വവും അതിൻ്റെ പ്രചാരകവും ഫലസിദ്ധിയുമാണ് മറ്റ് ഹൈന്ദവേതരമായിട്ടുള്ള ദേവാലയങ്ങളിലേക്ക് പോലും ഈ തുലാഭാര വഴിപാട് കടന്നെത്തുവാൻ ഉതകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഭക്തൻ്റെ ഓരോ ആഗ്രഹത്തിനും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഏതേത് ദ്രവ്യങ്ങളാണ് തുലാഭാരത്തിനായി സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഭക്തന് തൻ്റെ ആയുസ്സിലുണ്ടാകുന്ന ദോഷങ്ങൾ മാറാൻ, തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട്, നല്ല വീര്യവും ആത്മവിശ്വാസവും ഉണ്ടാകാനായിട്ട് ഒക്കെ സമർപ്പിക്കേണ്ടതായിട്ടുള്ള ദ്രവ്യം എന്ന് പറയുന്നത്, ദിവ്യമായ ദ്രവ്യം എന്ന് പറയുന്നത് താമരപ്പൂവാണ്. താമരപ്പൂവ് കൊണ്ട് തുലാഭാരം തൂക്കിയാൽ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും, അതുപോലെ ആത്മബലം വർദ്ധിക്കും, ആയുസ്സിന് ബലം വർദ്ധിക്കും. ഈ ആവശ്യത്തിനായിട്ട് തുലാഭാരം കഴിക്കുവാൻ ഉപയോഗിക്കേണ്ട ദ്രവ്യം എന്ന് പറയുന്നത് താമരപ്പൂവാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഈ ദാരിദ്ര്യം കൊണ്ട്, കടം കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കടം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് നാട് വിടാനായി പോലും തക്ക രീതിയിലേക്ക് കടത്തിൽ മുങ്ങിയിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാനും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയും തുലാഭാരത്തിന് ഉപയോഗിക്കേണ്ട ദ്രവ്യം എന്ന് പറയുന്നത് നെല്ല് അല്ലെങ്കിൽ അവലാണ്. ഇവ കൊണ്ട് തുലാഭാരം തൂക്കിയാൽ ഈ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി, കടം മാറി, സാമ്പത്തികമായ അഭിവൃദ്ധി ഒരു ഭക്തന് ഉണ്ടാകുന്നതാണ്. രോഗം, ആയുസ്സിനുണ്ടാകുന്ന ദോഷങ്ങൾ, അകാരണമായ ദുഃഖം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായ സംഘർഷങ്ങൾ ഇവയുണ്ടാകുക, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാതിരിക്കുക, എല്ലാം ഉണ്ടെങ്കിൽ പോലും അകാരണമായ മാനസിക സമ്മർദ്ദങ്ങൾപ്പെട്ട് ഉഴലുക, ഇവയ്ക്കൊക്കെ പരിഹാരമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് മഞ്ചാടിക്കുരു. മഞ്ചാടിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ദുരിതങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ ഭക്തന് മാറ്റമുണ്ടാകും. പ്രമേഹം എന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് തുലാഭാരം നടത്തുവാൻ ഉത്തമമായ ദ്രവ്യം പഞ്ചസാരയാണ്. പഞ്ചസാര കൊണ്ട് ഭഗവാന് തുലാഭാരം തൂക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിൽ നടത്തുന്ന ചികിത്സയ്ക്ക് പുരോഗതി ഉണ്ടാകുകയും പ്രമേഹ രോഗം ശമിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ, ആയുസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇവയ്ക്കെല്ലാം പറ്റുന്ന ഒന്നാണ് കദളിപ്പഴം. കദളിപ്പഴം കൊണ്ട് തുലാഭാരം തൂക്കുകയാണെങ്കിൽ മുൻജന്മ സുകൃതം ഉണ്ടാകുന്നതിനും, മുൻജന്മത്തിലുണ്ടാകുന്ന പാപങ്ങളെല്ലാം മാറി ഈ ജന്മത്തിൽ സുകൃതം ഉണ്ടാകുന്നതിനും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു വസ്തുവാണ് കദളിപ്പഴം. ആ കദളിപ്പഴം കൊണ്ട് ഭഗവാന് തുലാഭാരം തൂക്കുവാണെങ്കിൽ എത്രയും വേഗം ആ ഭഗവാന്റെ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ നീരുണ്ടാകുക, ശരീരത്തിൽ വെള്ളം കെട്ടുക, വയറ് വീർക്കുന്ന രോഗം, വയറിൽ വെള്ളം കെട്ടുക തുടങ്ങിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇളനീര് കൊണ്ടോ ശർക്കര കൊണ്ടോ തുലാഭാരം തൂക്കിയാൽ പെട്ടെന്ന് രോഗശമനമുണ്ടാകും. വാതരോഗമുണ്ടാകുക, നടക്കുവാനായി സാധിക്കാതെ വരിക, ഇവയൊക്കെ മുട്ടുവേദന, സന്ധിവേദന, ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പൂവൻ പഴം കൊണ്ടാണ് തുലാഭാരം തൂക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ത്വക്കിനുണ്ടാകുന്ന അസുഖങ്ങൾ, കുഷ്ഠരോഗം, പാണ്ട്, ചിക്കൻ പോക്സ്, ഇങ്ങനെയുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചേന കൊണ്ടോ കുരുമുളക് കൊണ്ടോ തുലാഭാരം തൂക്കുകയാണെങ്കിൽ ആ അസുഖങ്ങൾ മാറുവാനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനും ധനവാനാകാനും ഒക്കെ തന്നെ അനുയോജ്യമായിട്ടുള്ള ദ്രവ്യം എന്ന് പറയുന്നത് നാണയമാണ്. നാണയം കൊണ്ട് തുലാഭാരം തൂക്കിയാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും
ബിസിനസ് പുരോഗതിയും ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ സർവ്വ ഐശ്വര്യത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ്, പാപശമനം ഉണ്ടാകുവാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ്. ഉപ്പ് കൊണ്ട് തുലാഭാരം തൂക്കിയാൽ പാപശമനം മാറും. സർവ്വ ഐശ്വര്യപ്രധാനമാണ് ഉപ്പ് കൊണ്ട് തുലാഭാരം തൂക്കുന്നത്. ആ ദ്രവ്യമാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളെല്ലാം ലഭിക്കും. അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ, ഭ്രാന്ത് ഇവയെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒക്കെ അതെല്ലാം മാറി ആ ചികിത്സ പൂർണ്ണമാകാനുമൊക്കെ ആയി സാധിക്കുന്ന, മാനസികമായ സ്ഥിരത ഉണ്ടാകാനുമൊക്കെ സാധിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക കൊണ്ട് തുലാഭാരം തൂക്കുകയാണെങ്കിൽ ഭ്രാന്ത്, മാനസിക പിരിമുറുക്കങ്ങൾ ഇവ മാറുവാനായിട്ട് ഏറ്റവും ഉത്തമമാണ്. Like, share, subscribe.